ഹായ് ഗായ്സ്, അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നൊരു പുതിയ വീഡിയോ. ഇന്ന് സുൽഫിയുടെ കല്യാണമാണ്, എൻ്റെ ഫ്രണ്ട് സുൽഫിയുടെ കല്യാണമാണ്. അപ്പം ഞാനുണ്ട് കോവളത്തും, നമ്മളൊരു കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാം അപ്പുറത്ത് വാളിക്കോട് റിലയൻസ് ഫാമിൻ്റെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവരെ പോയി പിക്ക് ചെയ്യണം. ഇറങ്ങാനും കുറച്ച് താമസിച്ച് രാവിലെ എണീറ്റ് പിന്നെ വണ്ടി കഴുകി, പിന്നെ കോവളത്ത് അവന്മാർ ഇവിടെ നെടുമങ്ങാട് റൂം എടുത്തിട്ടുണ്ടാകും. പിന്നെ ഇന്നലത്തെ മഴയിൽ അവന്മാരെ വണ്ടി നല്ല ചെളിയായി. അവന്മാരെ വണ്ടിയൊക്കെ കഴുകി ഇറങ്ങിയപ്പോൾ നല്ല താമസിച്ച്. ഈ എത്രയും പെട്ടെന്ന് നേരെ സുൽഫിയിൽ അവിടെ പോയിട്ട് കല്യാണം അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നേരെ ഇനി സുൽഫിയിൽ അവിടെ എത്തിയിട്ട് ബാക്കിയാണ്. വിഷ്ണു ഇതിനും എത്തിയിട്ടുണ്ട്, ശിവ അവിടെ നിൽപ്പുണ്ട്. അവന്മാരെ വാളിക്കോട് നിന്ന് പിക്ക് ചെയ്ത് അതീ വന്ന തണുപ്പെങ്കിലും കിട്ടും. അളിയാ, നിങ്ങളെ ലൊക്കേഷൻ ഇട്ട് അങ്ങ് പോവോ അവൻ്റെ അങ്ങോട്ട്? നിങ്ങളെ പിറകെ അങ്ങ് വരാം. ഞാൻ ലൊക്കേഷൻ ഇടണമെങ്കിൽ ഭയങ്കര പാട്ടേ. ഓക്കെ, അവന്മാരെ നിർത്തിയിരിക്കുന്നു. അപ്പം സുൽഫിയുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം വിഷ്ണു ഉണ്ട്, അബിയുണ്ട്, നമ്മളെ ഡോണായ ശിവ ഉണ്ട്. ഒരു സൈഡ് കൂനിയാണ് നിൽക്കുന്നത്, അങ്ങനെയാണ്. പിന്നെ ആൻസ ഉണ്ട്, ആയിത്തുണ്ട്, പിന്നെ ആയിത്തിൻ്റെ വൈഫുണ്ട്. ഹലോ അല്ലെ, എന്തൊരു സുൽഫിയെ പറ്റി എന്തൊരു പറയാനുള്ള? നിന്റെ കല്യാണം നീ പറ. സുൽഫി എനിക്ക് ഇതുവരെ കണ്ടിട്ടില്ല. സുൽഫി ഏതൊരു ബംഗാളിയുടെ അവിടെ നിൽക്കുന്ന അതാണ് സുൽഫി. അതാ ബംഗാളി പോലെ നിൽക്കണല്ല. ആവോടങ്ങിയത് പ്രശാന്തായിട്ട് ശ്രീകുട്ടി നിൽക്കുന്ന ആളെയാണ് കളിയാക്കുന്നത്. ആ തൊപ്പി ഇട്ടിരിക്കണ അങ്ങോട്ട് തന്നെ ഇരിക്കുക. അതാണ് നമ്മുടെ നടൻ പ്രശാന്ത് ബ്രോ. അങ്ങനെ പോവാണ്. സാധനം അവൻ്റെ ഫേസ് ഇത് നിങ്ങൾ ഇവൻ്റെ അവിടെ കയറണം. അതാ മണവാള ഇവിടെ ഇരിപ്പുണ്ട്. മണവാള അടേ എന്തെങ്കിലും പറയാനുണ്ടോ? ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. എന്തിന് ഇത്ര കാലം പ്രേമിച്ചിടന്നതിനൊക്കെ എന്തൊരു ടെൻഷൻ ഉണ്ടാ? അപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഏറ്റവും ലാസ്റ്റാണ്. വിഷ്ണു പിറകെ വരുന്നുണ്ട്. ഫോൺ കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം ഓഡിറ്റോറിയം എത്താറായി. അപ്പം ഞാനും ശിവയും എൻ്റെ വണ്ടിയിൽ, ബാക്കി ആദിത്യൻ്റെ വൈഫും ബൈക്കിലാണ്. പിന്നെ പ്രശാന്തേട്ടനും വൈഫും സുൽഫിയിലൂടെ, വിഷ്ണുവും ബാക്കി എല്ലാവരും വിഷ്ണുവിൻ്റെ കാറിലാണ്. അപ്പം ഈ ബാക്കി അവിടെ പോയിട്ട് എന്തൊക്കെ ഉള്ളതെന്ന് അറിയാം. ഏതായാലും ഫസ്റ്റ് പോയിടനെ ഫുഡ് അടിക്കണം, അതാണ് മെയിൻ. രാവിലെ തൊട്ടേ ഒന്നും കഴിച്ചിട്ടില്ല. നീ വല്ലതും കഴിച്ചാടാ? നമ്മളാരും ഒന്നും കഴിച്ചിട്ടില്ല. നേരെ പോയിട്ട് ഫുഡ് അടിക്കാനുള്ള പ്ലാനാണ് ആദ്യം നോക്കാനുള്ളത്. പിന്നെ ബാക്കി ആണ് വിഷ്ണുവിൻ്റെ കാറ് പോളോ. ഇത് ബമ്പർ നമ്മൾ രണ്ടും കൂടെ വെളിയിൽ നിന്ന് എടുത്ത് മോട്ടോ ലാബിൽ കൊടുത്ത് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ഉടനെ ചാനലിൽ വരുന്നതാണ്. അത് വിഷ്ണു കൂടെ എന്നാണ് ഫ്രീ ആവണമെന്ന് നോക്കിയിട്ട് വണ്ടിയുടെ ഫുൾ റിവ്യൂ വീഡിയോയും അവനെ കിട്ടിയിട്ടുള്ള എല്ലാ ഇതും പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഉടനെ വരുന്നതാണ്.
ഓഡിറ്റോറിയത്തിലോട്ട് പോവുകയാണ്. നേരെ ഇവിടെ പള്ളി ഒന്ന് നിൽക്കാതെ കഴിഞ്ഞ് ഇനി നേരെ ഞാനുണ്ട്, ആൻസൺ, ശിവ ആ വണ്ടി കയറി നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോകാം. പരിപാടി അശുകണ്ണ ഒരാളെ കിട്ടിയിട്ടുണ്ട് എൻ്റെ കൂടെ, നിങ്ങളെ കാണണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഇടിക്കാനാണെന്നാണ് തോന്നണം. ഇടി കൊടുക്കണം. ഒരു ഷൂ വാങ്ങിച്ചു, പക്ഷെ അതിന്റെ MRP ചെയ്ത ഊരിയെടുക്കാൻ ആണോ ഇല്ലല്ലടാ, MRP മറ്റേ അത് ഊരാൻ മറന്നുപോയി പാവം. പ്രശാന്തേട്ടാ ഇത് കണ്ടോ, MRP ചെയ്ത് ഊരാൻ മറന്നുപോയോ? ആൾക്ക് ഹെൽമെറ്റ് ഇല്ല, പിന്നെ ഫുള്ളി മോഡിഫൈഡ് ആണ് വണ്ടി. ഇതൊക്കെയാണ് പ്രശ്നം. എങ്ങോട്ടാണ് നേരെ? നേരെ റൂമിലോട്ട്. റൂമിലോട്ടാ? റൂമിൽ ആക്കൂല പറ. എന്തിനാണ് രണ്ടെണ്ണം കൂടെ? ചെറുക്കൻ്റെ കൂടെ വന്നതല്ലേ, പിന്നെ ഇതിൽ കയറി എന്തിന്? അല്ല, ഇതിന്റെ ഇടയിൽ കൂടെ ചെറുക്കൻ്റെ കൂടെ ഇങ്ങനെ നൈസിന് ബാക്കിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ട് വീഡിയോ എടുക്കണുണ്ട്. എന്തിനാണ് അത്? യൂട്യൂബിൽ വരുമെങ്കിൽ ഞാൻ അതിന്റെ മെയിൻ വീഡിയോ എടുത്തിടേ. യൂട്യൂബർ ആണെന്നല്ലോ, യൂട്യൂബർ. അതെ, ആക്സ് എന്നിട്ട് കൊടുക്കണ്ടേ? എടാ എണ്ണ അടിക്കാൻ പൈസ തരേ വിഷ്ണു, ശിവൻ തരും. അപ്പൊ ഓക്കെ, ബൈ. ഞാൻ ഇതുവഴി അങ്ങ് പോയി മാരാക്കി. ഈ ആൻസനും അബി അവരെല്ലാവരും റൂമിലോട്ടാക്കി ഇട്ട് പരിപാടിക്ക് പോകാൻ പറ്റുമെങ്കിൽ പോവും. എന്നാൽ ബാക്കി വീഡിയോ ബാക്കി കാണും. പോകാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് തീരുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.